വിലായത്ത് ബുദ്ധ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇവൻറ്റ് നാളെ വൈകിട്ട് 6:30 കൊച്ചി ലുലു മാളിൽ നടക്കും. ഈ വരുന്ന 21-ാം തീയതിയാണ് വിലായത്ത് ബുദ്ധ സിനിമയുടെ റിലീസ്. അഖിൽ സത്യൻ, നിവിൻ പോളി ചിത്രമായ സർവമായ എന്ന സിനിമ പാക്കപ്പ് ആയിട്ടുണ്ട്. ക്രിസ്മസിനാണ് സിനിമ തിയേറ്ററുകളിലേക്ക് വരുന്നത്. സിനിമ ഒരു ഹൊറർ കോമഡി ജോണറിൽ വരുന്ന ചിത്രമാണ്. സിനിമയിലെ പ്രേതം ആരാണെന്ന് ഒരു സസ്പെൻസ് ആയിട്ട് സിനിമയുടെ ടീം നിലനിർത്തുകയാണ്. എന്നാലും ആരായിരിക്കും സിനിമയിലെ പ്രേതം? എന്തൊക്കെയായാലും നിവിൻ പോളിയുടെ ഒരു കംബാക്കായിട്ട് മാറട്ടെ സർവമായ എന്ന് പ്രതീക്ഷിക്കാം. ആട് 3 സിനിമയുടെ ചിത്രീകരണം നിലവിൽ തൊടുപുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഷെഡ്യൂൾ ഈ മാസാവസാനം വരെ ഉണ്ടാവും. തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി സിനിമയ്ക്ക് 2 ഷെഡ്യൂൾ ബാക്കിയുണ്ട്. ഡിസംബറോടുകൂടി സിനിമയുടെ മുഴുവൻ ചിത്രീകരണം അവസാനിക്കും. അടുത്ത വർഷം മാർച്ചിൽ സിനിമ പാൻ ഇന്ത്യൻ റിലീസോടുകൂടി തിയേറ്ററുകളിലേക്ക് എത്തും. അനോമി എന്ന സിനിമയുടെ ഭാഗത്തുനിന്ന് ഭാവനയുടെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. സാറ ഫിലിപ്പ് എന്ന കഥാപാത്രത്തെയാണ് ഭാവന ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ആന്റണി വർഗീസ് നായകനായിട്ടെത്തുന്ന ക്യൂബ്സ് എന്റർടൈൻമെന്റ് നിർമ്മിച്ച കാട്ടാളൻ സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ഫാർസ് ഫിലിംസ് സ്വന്തമാക്കിയിട്ടുണ്ട്. മഹേഷ് ബാബു രാജമൗലി സിനിമയുടെ ഭാഗത്തുനിന്ന് പ്രിയങ്ക ചോപ്രയുടെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. മന്ദാകിനി എന്നാണ് പ്രിയങ്ക ചോപ്രയുടെ ക്യാരക്ടർ നെയിം. സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ അപ്ഡേറ്റ് ഒക്ടോബർ 15 പുറത്തു വരും. ദുൽഖറിൻ്റെ കാന്ത സിനിമയുടെ ഒരു പ്രസ് ഷോ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. സിനിമയ്ക്ക് ഗംഭീര റെസ്പോൺസ് ആണ് പ്രസ് ഷോയ്ക്ക് ശേഷം ലഭിച്ചത്. അതുപോലെ ചെന്നൈയിലും ഹൈദരാബാദിലും രാത്രിയിൽ പെയ്ഡ് പ്രീമിയർ ഷോകൾ ഉണ്ടാവും. നാളെയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. DSERA സിനിമയുടെ OST റിലീസായിട്ടുണ്ട്. അതുപോലെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 75 കോടിക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവതാർ ഫയർ ആൻഡ് ആഷ് സിനിമയ്ക്ക് 3 മണിക്കൂറും 15 മിനിറ്റുമാണ് ഡ്യൂറേഷൻ എന്നാണ് പറയുന്നത്. സിനിമ നേറ്റീവ് 3Dയിലാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 3D സ്ക്രീനുകളിൽ മാത്രമായിരിക്കും സിനിമയുടെ റിലീസെന്ന് റൂമറുകൾ വരുന്നുണ്ട്. ഡിസംബർ 19 അവതാറിൻ്റെ 3ാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്.